കിഷൻ എന്നെ എങ്ങനെയാ കാണുന്നേ? അങ്ങനെ ചോദിച്ചാ എനിക്ക് വ്യക്തമായൊരു ഉത്തരം പറയാനാവില്ല. അഖില എന്നെ എങ്ങനെയാ കാണുന്നേ? ഞാൻ കിഷനെ നല്ലൊരു ഫ്രണ്ടായിട്ടാ ഇതുവരെയും കണ്ടിട്ടുള്ള. ഞാൻ കുറച്ചുകൂടി അപ്പുറത്തായിട്ടാ കാണുന്നത്. വ്യക്തമായിട്ട് പറഞ്ഞാ ഐ ലവ് യു. നോക്ക് കിഷൻ, നമ്മള് ഒരുപാട് നാളൊന്നും ആയിട്ടില്ലല്ലോ പരിചയപ്പെട്ടിട്ട്. ഞാൻ കുറച്ച് പ്രാക്ടിക്കലാ. നമുക്ക് ആദ്യം പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഈ പ്രണയം ഇഷ്ടം എന്നൊക്കെ പറയുമ്പോ അതൊരു ടൈം പാസ് ആയിട്ട് കാണാൻ എനിക്കാവില്ല. അത് ഒരു സീരിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിട്ടാ ഞാൻ കാണുന്നത്. കുറച്ചു കാലത്തേക്കല്ല, ജീവിതകാലം മുഴുവൻ നീളുന്ന റിലേഷൻ. അതുകൊണ്ടാ പരസ്പരം മനസ്സിലാക്കണമെന്ന് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഇഷ്ടങ്ങൾ, താല്പര്യങ്ങൾ, രീതികൾ എല്ലാം പൊരുത്തപ്പെടണ്ടേ? എന്നിട്ട് നമുക്ക് പരസ്പരം ഐ ലവ് യു എന്ന് പറയാം. എന്താ? മതി, അത് തന്നെയാണ് ശരി. പിന്നെ അഖില ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞേ ഉള്ളൂ. എനിക്കങ്ങനെ അധികം സൗഹൃദങ്ങളോ സുഹൃത്തുക്കളോ ഇല്ല. ഞാൻ ഇത്ര അടുത്ത് ഇടപഴകുന്ന ആദ്യത്തെ പെൺകുട്ടിയാ അഖില. അതുകൊണ്ട് തന്നെ ആരോടും തോന്നിയിട്ടില്ലാത്ത ഒരിഷ്ടം എനിക്ക് അഖിലയോട് തോന്നി. അത് പറഞ്ഞു മാത്രം. കിഷൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ തൽക്കാലം നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ട് പോവാം. നീ എന്റെ ബെസ്റ്റി ആയിരിക്കും. അതിനപ്പുറം എന്ത് വേണോന്ന് പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം. മതി, തിരക്കൊന്നുമില്ല. സന്ദീപിന്റെ കാര്യം അമ്മ സാധിച്ചെടുക്കുമെങ്കിൽ കിഷൻ ഒരു തടസ്സമാവരുത്. അത്യാവശ്യം ഒരു അകലമായിട്ട് നിന്ന സൗകര്യം പോലെ ഒഴിവാക്കാം. അല്ല, അഖില എന്താ ആലോചിക്കുന്നേ? അല്ല, അവസാന സെമസ്റ്ററിന്റെ ഒരു ടെൻഷനുണ്ടേ, അതും കൂടെ ഒന്ന് കടന്നു കിട്ടിയാ ഞാൻ അതാ ആലോചിച്ചേ. അതിനിടയിലും മനസ്സിൽ എന്തെങ്കിലുമൊക്കെ കടന്നു വന്നാ എല്ലാം താറുമാറാവും. വേണ്ട, വേറൊന്നും ചിന്തിക്കണ്ട. അഖില പഠിപ്പിൽ തന്നെ ശ്രദ്ധിച്ചോ. ഞാനൊന്നും പറഞ്ഞില്ലെന്ന് എന്നെ കരുതിക്കോ. അതെ, അതാ നല്ലത്.